ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതായത് HTML. ടിം ബേർണർ-ലീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് 1993 HTML ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ HTML വ്യൂ, ഇതാണ് നമ്മുടെ ബ്രൗസർ വ്യൂ. സോ നിങ്ങൾക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഫയലിന് ഇൻഡെക്സ് എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ HTML എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. അതായത് HTML ഫയൽ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു എക്സ്റ്റൻഷനാണ് ഈ HTML എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇൻഡെക്സിൽ വരുന്നത് HTML എന്ന് പറഞ്ഞൊരു ടാഗാണ്. ഈ ഒരു ഫയലിൽ വരുന്നത് മെയിൻ ടാഗ് എന്ന് പറയുന്നത് HTML ആണ്. അതിനുള്ളിലാണ് നമുക്ക് ഹെഡ് എന്ന് പറയുന്ന ടാഗും ബോഡി എന്ന് പറയുന്ന ടാഗും ഉണ്ട്. ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ ചെയ്തത്, അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് ചെയ്തതും, പിന്നെ നമുക്ക് ഈ പേജ് സ്റ്റൈൽ ചെയ്യാനുള്ള കാര്യങ്ങളും സ്റ്റൈലും കാര്യങ്ങളൊക്കെ CSSഉം കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ഇത്. അതായത് യൂസേഴ്സിന് അത് കാണാൻ കഴിയില്ല. നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ യൂസേഴ്സിന് ഇത് കാണാൻ കഴിയുള്ളൂ. അതിനുശേഷം നമുക്ക് ബോഡിയിലോട്ട് വരികയാണെങ്കിൽ ബോഡീൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാലും അത് യൂസറിന് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ H1 എന്ന് കൊടുത്തിട്ട് ഹൈ ആക്കർബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഒരു ആങ്കർ ടാഗും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പൺ വിത്ത് ബ്രൗസർ ഉണ്ട്, നമുക്ക് കോപ്പി പാത്ത് ഉണ്ട്. ഞാൻ കോപ്പി പാത്ത് ചെയ്തിട്ട് ഒരു ബ്രൗസറിൽ വന്നിട്ട് ഈ ഒരു ലിങ്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. കൺഗ്രാജുലേഷൻ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ഒരു ബേസ് റിവ്യൂ.